ഹായ്, ഇന്ന് വളത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വളക്കടയുടെ ആംബിയൻസിൽ തന്നെ വളത്തിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് വളങ്ങൾ? അപ്പം വളങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം: ജൈവവളങ്ങളെന്നും രാസവളങ്ങളെന്നും. ജൈവവളങ്ങളെ തന്നെ നമുക്ക് പലതായിട്ട് തിരിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ തെങ്ങിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട്, തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മൾ പച്ചിലകൾ വളമിടും, അതുപോലെ തന്നെ ചാണകം ഇടും, അല്ലെങ്കിൽ കോഴിവളം ഇടും, അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം ഇടും. അതേപോലുള്ള വളങ്ങളെ നമ്മൾ അസംസ്കൃത ജൈവവളങ്ങൾ എന്നാണ് പറയുന്നത്. ഈ അസംസ്കൃത ജൈവവളങ്ങൾ ജീർണിച്ച് പോഷകങ്ങളായി മാറിയാൽ മാത്രമേ സസ്യങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ ജീർണന പ്രക്രിയയെ നമുക്ക് പുറത്തു വെച്ച് ചെയ്ത് തരത്തിലുള്ള വളം ഉണ്ടാക്കാം. അതിനെയാണ് കമ്പോസ്റ്റ് വളങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോസ്റ്റ് വളങ്ങൾ ആണ് നമുക്ക് ഈ അസംസ്കൃത ജൈവവളത്തെക്കാൾ സസ്യങ്ങൾക്ക് കൊടുക്കേണ്ട വളം. സത്യം പറഞ്ഞാൽ കമ്പോസ്റ്റ് വളമാണ്. പിന്നെ കമ്പോസ്റ്റ് വളങ്ങൾ കൂടാതെ പുളിപ്പിച്ച് നമുക്ക് പലതരം, ഇപ്പം പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത് പുളിപ്പിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പുളിപ്പിച്ച വളങ്ങളുമുണ്ട്. അപ്പോൾ ജൈവവളങ്ങൾ തന്നെ ഈ മൂന്ന് തരത്തിൽ: അസംസ്കൃത ജൈവ വളങ്ങൾ, സംസ്കരിച്ച ജൈവവളങ്ങൾ, കമ്പോസ്റ്റ് വളങ്ങൾ, പുളിപ്പിച്ച വളങ്ങൾ. അപ്പോൾ ഇതിൽ ജൈവവളങ്ങൾ ഏറ്റവും നല്ലത് എപ്പോഴും കമ്പോസ്റ്റ് വളങ്ങളും പുളിപ്പിച്ച വളങ്ങളുമാണ്. അപ്പോൾ കൃഷിക്കാർ അത് ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പോഷകങ്ങൾ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്: വളരെ കൂടിയ അളവിൽ വേണ്ടുന്ന മൂലകങ്ങളൊന്നും ജൈവവളങ്ങളിൽ ഇല്ല. അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ജൈവവളം കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് തെങ്ങിൻ്റെ കാര്യം പറഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. തെങ്ങിന് ഒരു വർഷം ഏകദേശം ഒരു 1/2 കിലോ, നല്ലപോലെ കായ്ക്കുന്ന തെങ്ങിന് 1/2 കിലോ നൈട്രജൻ എന്ന് പറഞ്ഞ മൂലകം കിട്ടണം. ഈ 1/2 കിലോ നൈട്രജൻ നമ്മൾ ജൈവവളമായിട്ട് കമ്പോസ്റ്റ് അല്ലെങ്കിൽ അസംസ്കൃത ജൈവവളങ്ങൾ ഇട്ടാൽ ഈ 1/2 കിലോ നൈട്രജൻ കിട്ടാൻ വളരെ വലിയ അളവിൽ ഈ പറയുന്ന ചാണകമോ അല്ലെങ്കിൽ കോഴിവളമോ ആട്ടിൻകാഷ്ടമോ ഒക്കെ ഇടേണ്ടി വരും. ചിലപ്പം ടൺ കണക്കിന് ഇടേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പ്രായോഗികമാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യം കൂടുതലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് പോലെയുള്ള മൂലകങ്ങൾ കൊടുക്കാൻ നമുക്ക് രാസവളങ്ങളെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇനി പറയാൻ പോകുന്ന രാസവളങ്ങളെ കുറിച്ചാണ്. രാസവളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിഞ്ഞ് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രാസവളങ്ങളുടെ പ്രത്യേകത. അപ്പം നമ്മുടെ ഹരിത വിപ്ലവം കഴിഞ്ഞപ്പം മുതലാണ് നമ്മുടെ രാജ്യത്ത് രാസവളങ്ങൾ കൃഷിയിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം അതിനു മുമ്പ് നമ്മുടെ മണ്ണൊക്കെ നല്ല ഫലഭൂഷ്ടമായിരുന്നു. ക്രമേണയാണ് ഫലഭൂഷ്ടത കുറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് നമുക്ക് രാസവളങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അപ്പം ഈ തരത്തിലുള്ള നൈട്രജനും ഫോസ്ഫറസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രാസവളങ്ങളെ ലോകം മുഴുവൻ ആശ്രയിക്കാൻ തുടങ്ങി. അപ്പോൾ രാസവളങ്ങൾ തന്നെ നമുക്ക് 2 or 3 ഇതായിട്ട് തരംതിരിക്കാം. നമ്മൾ ജൈവവളങ്ങളെ തരംതിരിച്ച പോലെ രാസവളങ്ങളെയും തരംതിരിക്കാം. നേർവളങ്ങൾ എന്ന് പറയുന്ന ഇതുണ്ട്, മിക്സർ വളങ്ങളുണ്ട്, കോംപ്ലക്സ് വളങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതുതലമുറ വളങ്ങൾ, നാനോ വളങ്ങൾ, അതുപോലെ വാട്ടർ സോല്യൂബിൾ ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം രാസവളങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിപ്പം 1/2 കിലോ നൈട്രജൻ കിട്ടാൻ ഏതാണ്ട് 1 കിലോ യൂറിയ ചേർത്താൽ വളരെ പെട്ടെന്ന് തന്നെ സസ്യത്തിന്, നമ്മുടെ തെങ്ങിന് 1/2 കിലോ നൈട്രജൻ. അതുകൊണ്ട് 1 കിലോ യൂറിയ വാങ്ങിച്ചാൽ യൂറിയയുടെ ചാക്കിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും 46% നൈട്രജൻ എന്ന് പറഞ്ഞാൽ 1 കിലോ യൂറിയ വാങ്ങിച്ചാൽ നമുക്ക് 460 ഗ്രാം നൈട്രജൻ കിട്ടുന്നു എന്നാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ സസ്യങ്ങൾക്ക് ഈ പറയുന്ന കൂടുതൽ ആവശ്യമുള്ള മൂലകങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും രാസവളങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ആശ്രയിക്കുന്നത് യാതൊരു തെറ്റുമില്ല. കാരണം ഇതൊരു ആഹാരമാണ്. സസ്യങ്ങളെ സംബന്ധിച്ച് നൈട്രജൻ ഉണ്ടോ, ഫോസ്ഫറസ് ഉണ്ടോ, പൊട്ടാഷ്യം ഉണ്ടോ, നിങ്ങൾ ജൈവവളം കൊടുത്താലും രാസവളം കൊടുത്താലും അതിന് ഈ സാധനങ്ങൾ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് രാസവളം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം രാസവളങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പം നേർവളങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യൂറിയ ഒരു നേർവളം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മൂലകമേ ഉള്ളൂ. രാജഫോസ് രാസവളമല്ല, രാജസ്ഥാനിലെ ഒരു പാറപ്പൊടിയാണ്. അതിനകത്ത് ഈ ഫോസസ് ആണ് കിട്ടുന്നത്. ഫോസസ് എന്ന് പറഞ്ഞാൽ വേര് വളരാനുള്ള മൂലകം. അപ്പോൾ അത് ഒരു മൂലകമുള്ള നീർവളമാണ്. പിന്നെ പൊട്ടാഷ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. പൊട്ടാഷിനകത്ത് പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകമാണുള്ളത്. അപ്പോൾ ഇത് 3 നമുക്ക് നേർവളങ്ങൾ എന്ന് പറയാം. അതുപോലെ തന്നെ മസൂറിഫോസ് ഉണ്ട്, അതും ഫോസസ് കിട്ടുന്ന ഒരു വളമാണ്. അപ്പം ഇതൊക്കെ നേർവളത്തിന് ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ മിക്സർ വളങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല കൃഷിക്കാർ 10-5-20, 18-18 തുടങ്ങിയ മിക്സർ വളങ്ങൾ എന്ന് പറഞ്ഞാൽ 10-5-20 എന്ന് പറഞ്ഞാൽ തെങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു മിക്സർ വളമാണ്. തെങ്ങിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തെങ്ങിന് ഏതാണ്ട് 1/2 കിലോ, നന്നായി കായ്ക്കുന്ന തെങ്ങിന് 1/2 കിലോ നൈട്രജൻ വേണം.
ഒരു 320 ഗ്രാമോളം പിന്നെ ഫോസസ് വേണം, 1200 ഗ്രാം പൊട്ടാഷ് വേണം. ഈ അളവ് NPKയുടെ ഈ അളവ് സാമാന്യ ശുപാർശയാണിത്. NPK അളവ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വളമാണ് 10-5-20. അതുപോലെ 18-18 എന്ന് പറഞ്ഞ് വേറൊരു മിക്സർ. ഇത്തരത്തിലുള്ള 8-8-16 കുറേ തരത്തിലുള്ള മിക്സറുകളുണ്ട്. പക്ഷെ മിക്സർ വളം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ഈ പുതിയ മിക്സർ വളമാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഗുണം കിട്ടത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ കടകളിലെ ഒരുപാട് കാലം മിക്സർ വളം ഇരുന്നാൽ അതിനകത്തുള്ള ചില പോഷകങ്ങളൊക്കെ ഇല്ലാതെയാവും. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള പോഷകങ്ങൾ ചിലപ്പോൾ മിക്സർ വളത്തിൽ കിട്ടണമെന്നില്ല. പിന്നെ ഉള്ളത് കോംപ്ലക്സ് വളങ്ങളാണ്. കോംപ്ലക്സ് വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടം പോസാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോംപ്ലക്സ് വളം. ഭാരത സർക്കാരിൻ്റെ ഒരു വളമാണ് 20-20-0-15 എന്ന് പറയും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 20% നൈട്രേനും 20% ഫോസസും 0 എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് ഇല്ല എന്നും പിന്നെ 15% എന്ന് പറയുന്നത് സൾഫർ എന്നാണ്. അപ്പോൾ 3 മൂലകങ്ങൾ അടങ്ങിയ ഒരു കോംപ്ലക്സ് വളമാണ്. ഇത്തരത്തിലുള്ള കോംപ്ലക്സ് വളങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളത്തിൻ്റെ ഓരോ തരിയിലും അതിൻ്റെ ചെറിയ തരി പോലത്തുള്ളതാണ് ഈ ഫാക്ടം പോസ് എന്നൊക്കെ പറയുന്നത്. ഓരോ തരിയിലും ഈ 3 മൂലകങ്ങളുണ്ട്. പക്ഷേ മിക്സർ വളങ്ങളിൽ അങ്ങനെ ഓരോ തരിയിലും 3 മൂലകങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം മൂലകങ്ങൾ കാണണമെന്നില്ല. അത് മെക്കാനിക്കലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ലാഭകരമായിട്ട് കൃഷിയിൽ നീർവളങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് ഓരോ വിളയ്ക്കും വേണ്ടുന്ന അളവിൽ കൂട്ടി യോജിപ്പിച്ച്, ഇപ്പം ഇത്തിരി മണ്ണുമായിട്ട് നമ്മുടെ പറമ്പിലെ മണ്ണുമായിട്ട് ഫില്ലർ എന്നുള്ള രീതിയിൽ മണ്ണുമായിട്ട് ചേർത്തുകൊണ്ട് ഈ മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സർ വളം നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലാഭകരമായിട്ട് നമുക്ക് കൃഷിയിൽ ഈ വളം ഉപയോഗിക്കാം. അപ്പം കോംപ്ലക്സ് വളങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഓരോ തരിയിലും അത് പിന്നെ ഇൻബിൽട്ടായിട്ട് അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഓരോ തരിയിലും ഈ പറയുന്ന മൂലകങ്ങളെ എല്ലാം സന്നിവേശിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് വളങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഭാരത സർക്കാരിൻ്റെയാണ് മിക്കവാറും ഉള്ള കോംപ്ലക്സ് വളങ്ങളൊക്കെ. അപ്പോൾ സ്പിക്ക് ആണെങ്കിലും ഫാക്ടം പോസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള വളങ്ങളാണ്. അത് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം, കൃഷിക്ക് ഉപയോഗിക്കാം. പിന്നെ പുതുതലമുറ വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാനോ യൂറിയ എന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെ ഈ ഇലകൾ വഴി കൊടുക്കുന്ന വളങ്ങളാണ്. ഇലകൾ ഫോളിയാർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വേര് വഴി വേണമെങ്കിലും കൊടുക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിൽ ഫെർട്ടിഗേഷൻ രീതിയിൽ ഈ പറയുന്ന രീതിയിലുള്ള 999, 13-0-45 തുടങ്ങിയ ന്യൂ ജനറേഷൻ ഫെർട്ടിലൈസർ പുതുതലമുറ വളങ്ങൾ അത് നമുക്ക് വേര് വഴിയും കൊടുക്കാം. അതേപോലെ തന്നെ ഇലകൾ തളിച്ചുകൊടുക്കും. ഇലകൾ വഴിയും സസ്യങ്ങൾ ആഹാരം വലിച്ചെടുക്കും. അപ്പോൾ പച്ചക്കറി അതുപോലുള്ള നമ്മുടെ പിന്നെ സീസണൽ ക്രോപ്പിനൊക്കെ ഏറ്റവും നല്ലത് പുതുതലമുറ വളങ്ങളാണ്. വളരെ വേഗം സസ്യങ്ങളുടെ ഇലയിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ വളരെ വേഗം അതിനെ അബ്സോർവ് ചെയ്ത് ചെടിയുടെ സിസ്റ്റത്തിലേക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും. മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആ പ്രോസസ്സ് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള വളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വളങ്ങളെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ വളപ്രയോഗം നടത്താൻ പറ്റും. പിന്നെ ഒരു വിളയ്ക്ക് എന്ത് വളം വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരാൾ എത്ര കഴിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. ചിലർ കൂടുതൽ കഴിക്കും, ചിലർ കുറച്ച് കഴിക്കും, ചിലർ മിതമായി കഴിക്കും. കൂടുതൽ കഴിക്കുന്നവർ എന്നെ പോലെ വലിയ തടിയന്മാരായി മാറും. കുറച്ച് കഴിക്കുന്നവർ ചിലപ്പം ആരോഗ്യം ഉണ്ടാവില്ല. അതേസമയം മിതമായിട്ട് കഴിക്കുന്നത്, അപ്പോൾ ആ മിതത്വത്തിൻ്റെ ഒരു സൂചനയായിട്ട് ശുപാർശയായിട്ട് ഓരോ വിളയ്ക്കും കൃത്യമായി വേണ്ടുന്ന ഒരു ശുപാർശ കേരള കാർഷിക സർവകലാശാല ഓരോ വിളയ്ക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ശുപാർശയ്ക്ക് അനുസരിച്ചുള്ള വളമാണ് നമ്മൾ സത്യത്തിൽ കൊടുക്കേണ്ടത്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇതിലേത് വളം ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പം ശരിയായിട്ടുള്ള വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ആവശ്യമായി വരുന്ന മൂലകങ്ങൾക്കായി രാസവളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടുള്ള വളപ്രയോഗമാണ് ഏറ്റവും നല്ല വളപ്രയോഗം എന്ന് പറയുന്നത്. അല്ല ഒരു ജൈവവളം മാത്രം കൊണ്ടോ അല്ല രാസവളങ്ങൾ മാത്രം കൊണ്ടോ നല്ലൊരു കൃഷി നന്നാവത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ മണ്ണിൽ ഏത് മൂലകമാണ് കുറവുണ്ടെന്ന് നമ്മൾ അറിയണം. അതിനായിട്ട് പതിവായിട്ട് എല്ലാ വർഷവും മണ്ണ് പരിശോധനയും കൂടെ നടത്തി വേണം വളം ചെയ്യേണ്ടത്. ഇതാണ് എനിക്ക് വളത്തെക്കുറിച്ച് പറയാനുള്ളത്.